ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ഈ കർക്കിടകത്തിൽ നമുക്ക് കുടിക്കാനായിട്ട് ഒരു അടിപൊളി ലെമൺ ടീയും കൊണ്ടുവന്നതാണ് കേട്ടോ. ലെമൺ ടീ അല്ല, ടെർമറിക് ടീ എന്ന് പറയാം. ടെർമറിക്കാണ്, മഞ്ഞളാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ പറയുന്ന ചായ, ഇത് ചായ എന്ന് പറഞ്ഞാലും ചായപ്പൊടി ഇടുന്നില്ല കേട്ടോ. അതാണ് ചായപ്പൊടി ഇല്ലാത്ത ചായ, അതാണ് കർക്കിടക ചായ. അപ്പോൾ ഇത് കുടിച്ചാലുണ്ടല്ലോ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടും. കാരണം ഈ കുരുമുളക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഈ അണുബാധ തടയുന്നതിനും അതുപോലെ ഇൻഫെക്ഷൻ തടയുന്നതിനും, മഞ്ഞളാണെങ്കിലും അതേ ആൻറ്റി ഇൻഫെക്ഷനാണ്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കഴിക്കുമ്പോൾ ഒത്തിരി ഗുണങ്ങൾ ഈ കർക്കിടക മാസത്തിൽ നമുക്കുണ്ടാകും. പൊതുവേ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആൾക്കാർ പറയും ഈ രോഗങ്ങൾ വരുന്ന സമയമാണ്. കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലം നമുക്ക് പനി, കോൾഡ് അങ്ങനെയുള്ള ഒത്തിരി അസുഖങ്ങൾ പിടിപെടുന്ന സമയമാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം? പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ഇപ്പോൾ നമുക്ക് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ തണുപ്പൊക്കെ കൂടുതലാണല്ലേ. അപ്പം നമുക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് ഊർജം സംഭരിക്കുന്നതിനും ശരീരം ശുദ്ധമാക്കുന്നതിനും എല്ലാത്തിനും ഈ ഒരു ചായ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. ഇതിപ്പം കർക്കിടകത്തിൽ ആണ് പൊതുവേ നമുക്ക് ഒരു വർഷത്തേക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം സംഭരിക്കാനും ശരീരത്തിന് ആവശ്യമായ മരുന്നുകളൊക്കെ കഴിക്കുന്നതും സുഖ ചികിത്സ അല്ലേ ഉള്ള സമയമാണ് കർക്കിടകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ ഒരു ചായ കുടിക്കുകയാണെങ്കിലും നമുക്ക് ഇന്നിപ്പോൾ ഒത്തിരി പകർച്ചവ്യാധികളല്ലേ, കൊറോണ കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് വേറെ അങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന്, അതായത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിന് ഏറ്റവും നല്ലതാണ് ഈ ചായപ്പൊടി ഇടാത്ത എൻ്റെ ഈ ടെർമറിക് ടീ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് കുടിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് മഞ്ഞൾ വേണം, പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി വേണം, പിന്നെ ഇഞ്ചി വേണം, പിന്നെന്താ വേണേ, ലെമൺ, നാരങ്ങ വേണം, കറുവാപ്പട്ട വേണം, ശർക്കര വേണം. ഇത്രയും ആണ് നമുക്ക് ഈ ലെമൺ ടീക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ ഞാൻ ഗുണം പറയാം കേട്ടോ. അതായത് മഞ്ഞൾ എടുത്ത് നോക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ആൻറ്റി ഇൻഫെക്ഷനാണ്, ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കിന്നിനും നല്ലതാണ്. അതുപോലെ തന്നെ വൈറസിനെ ചെറുത്ത് നിർത്തുന്നതിനും നമ്മുടെ മഞ്ഞൾ ഗുണം ചെയ്യും കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ കേട്ടോ, ഷുഗർ ഉള്ളവർക്കും ക്യാൻസർ ഉള്ളവർക്കും ഒക്കെ വളരെ എഫക്റ്റീവാണിത്. പിന്നെ ഓർമ്മശക്തി കൂട്ടുന്നതിനും എല്ലാത്തിനും മഞ്ഞൾ. പിന്നെ നമ്മുടെ അറിയാമല്ലോ, സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് മഞ്ഞൾ നല്ലതാണ്. സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും മഞ്ഞൾ നല്ലതാണ്. അപ്പോൾ അതാണ് മഞ്ഞൾ നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന കുരുമുളകിൻ്റെ എടുത്തു പറയാവുന്ന അണുബാധ തടയാം. അതായത് ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ജലദോഷം, ചുമ അങ്ങനെയുള്ള രോഗങ്ങളെ തടയുന്നതിന് നമുക്ക് കുരുമുളക് നല്ലതാണ്. അത് ധാരാളം പിന്നെ നമുക്ക് ബാക്ടീരിയകൾക്കെതിരെയും അതുപോലെ നീർവീക്കങ്ങൾ വരാതിരിക്കുന്നതിനും, പിന്നെ ആൻറ്റിബയോട്ടിക്കാണ്. നാച്ചുറലായിട്ടുള്ള നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതിന് പകരം നമുക്ക് കഴിക്കാവുന്ന എന്നും പറഞ്ഞ് ഗുളിക കഴിക്കുന്ന പോലെ കഴിക്കാനല്ല കേട്ടോ. അതിൻ്റെ ഒരു ഗുണം കുരുമുളകിനുണ്ട്, അതാണ് പറഞ്ഞത്. കുരുമുളകിൻ്റെ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഇത് വളരെ എഫക്റ്റീവാണ്. അതിനാണ് നമ്മൾ കുരുമുളക് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഇഞ്ചിയാണ്. ഇഞ്ചി എന്ന് പറയുമ്പോൾ ദഹനം അല്ലേ, ദഹനത്തിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഇൻഫെക്ഷന് തടയുന്നതിനും പിന്നെ സന്ധിവേദന അങ്ങനെയുള്ള ശാരീരിക വേദനകളൊക്കെ തടയുന്നതിനും ഇഞ്ചി നല്ലതാണ്. പിന്നെ അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ ലെമണാണ്. ലെമൺ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, നമ്മുടെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കൂടുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ ദഹനം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അടക്കുന്നതിനും സ്കിന്ന് നന്നാവുന്നതിനും എല്ലാത്തിനും പിന്നെ നമുക്ക് ലെമൺ ജ്യൂസ് ഉപയോഗിക്കാം അല്ലേ. പിന്നെ അടുത്തത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിന് കറുവാപ്പട്ടയാണ്. കറുവാപ്പട്ടയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും ഈ നമ്മുടെ അണുബാധ, കോൾഡ്, അതുപോലെ പനി അങ്ങനെയുള്ള ഒക്കെ തടുക്കുന്നതിന്, അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്, നീർവീക്കങ്ങളെ തടയും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാവുന്ന, അലർജി മൂലം ഉണ്ടാവുന്ന നമ്മുടെ ചീറ്റലും തുമ്മലും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം
നമുക്ക് തടയുന്നതിന് ഈ കറുവാപ്പട്ട നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ശർക്കര ഇടുന്നുണ്ട്. അത് കരിപ്പട്ടി ശർക്കരയാണെങ്കിൽ നല്ലത്, അതല്ലേ വേറെ ഇപ്പോൾ കൽക്കണ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. അതൊക്കെ നമുക്ക് പഞ്ചസാര വേണ്ട കേട്ടോ, വേറെ എന്തെങ്കിലും ഒരു ഇച്ചിരി മധുരത്തിന്, ഇനി മധുരം ഇല്ലാണ്ട് നിങ്ങൾക്ക് കുടിക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മധുരത്തിന് എടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ടീക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അല്ലേ. അപ്പം നമ്മൾക്ക് 1 കപ്പ് വെള്ളം എടുക്കണം. 1 കപ്പ് വെള്ളത്തിലേക്ക് നമുക്ക് 1/2 സ്പൂൺ കേട്ടോ, അര സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കണം, 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇടണം. എന്നിട്ടത് പിന്നെ ചൂടാക്കണം, വെള്ളം വെച്ചിട്ട് ചൂടാക്കണം കേട്ടോ. വെള്ളം തിളയ്ക്കട്ടെ. വെള്ളം തിളച്ചിട്ടാണ് നമ്മൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതും നമ്മളിടുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നമ്മളിട്ട് വെള്ളം തിളച്ചിട്ട് ഇതിട്ടിട്ട് അത് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് ലെമൺ കേട്ടോ. അല്ല, ഇഞ്ചി പറഞ്ഞില്ലല്ലോ ഞാൻ, ഇഞ്ചി ചതച്ചത് കേട്ടോ. ഇഞ്ചി ചതച്ചത് 1/2 സ്പൂൺ ഇട്ടോളൂ ഇഞ്ചി. അത് നമുക്കെല്ലാം ഇത് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം അതിനകത്ത് ഇട്ടാൽ മതി. എന്നിട്ട് ശർക്കര ഇടുക. ഇത് ഇറക്കി വെച്ചിട്ട് ഒന്ന് ആറുമ്പോൾ നമുക്ക് ആ കുടിക്കുന്ന ഒരു ചൂടാവുമല്ലോ. അപ്പോൾ നമുക്കതിലേക്ക് ഒരു പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞ് 1 സ്പൂണോ 2 സ്പൂണോ നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാം. ദിവസത്തിൽ രാവിലെയോ വൈകിട്ടോ എപ്പോഴോ നിങ്ങൾ കുടിക്കണത് നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കണത് നല്ലതാണ്. കുട്ടികൾക്കൊക്കെ അര കപ്പ് കൊടുത്താൽ മതി, അധികമൊന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളൊരു ടീ കുടിച്ചാലുള്ള ഗുണം ഏറ്റവും നല്ലത് ഈ പകർച്ചവ്യാധികൾ, ഈ ഫംഗസും അതുപോലെ പിന്നെ ബാക്ടീരിയയോ അങ്ങനെയൊക്കെ മൂലം ഉണ്ടാവുന്ന ഈ പകർച്ചവ്യാധികളും തടയുന്നതിന് ഏറ്റവും നല്ല നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കുടിക്കാവുന്ന ചായപ്പൊടി ഇടാത്ത ഒരു ടർമറിക് ടീ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പം ഞാൻ കർക്കിടകത്തിൽ നിങ്ങളുടെ ദേഹരക്ഷയ്ക്ക് വേണ്ടി ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, ഒരു മുതിര കഴിക്കാൻ പറഞ്ഞിട്ട്. അതോടൊപ്പം തന്നെ കർക്കിടക കഞ്ഞിയുടെ കൂടെ മുതിര കഴിക്കണേ. അതോടൊപ്പം തന്നെ ഈ ടീയും കൂടെ നിങ്ങൾ ഉണ്ടാക്കി കുടിക്കണം. അപ്പം നമ്മുടെ ഈ കർക്കിടകം നമുക്കങ്ങനെ നമ്മുടെ ദേഹ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് പ്രായമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അതായത് സീനിയർ സിറ്റിസൻ്റെ അടുത്ത് പറയാനുള്ളത്, ശ്രദ്ധിച്ച് നടക്കുകയൊക്കെ വേണം. വല്ലയിടത്തൊക്കെ ഉരുണ്ട് വീണ് ഈ സമയത്ത് പെട്ടെന്ന് കൈയും കാലും ഒടിയുകയും ഉളുക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴും തെന്നണ സ്ഥലത്തൊന്നും നടക്കരുത്. അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോളാം മഴ കഴിയണവരെ കേട്ടോ. ഓക്കെ, എന്നാൽ എന്നെ വായിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.